പുതിയൊന്നും പണി വന്ന് വീണിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഒന്ന് കണ്ടോളൂ. കണ്ടല്ലോ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങളിതിൽ രേഖപ്പെടുത്തി. കാരണം ഞാൻ എൻ്റെ ഇതിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ കൈ മടക്കിക്കാണ്ടുള്ള പിടുത്തം അതത്ര ശരിയായ പിടുത്തല്ല. ഇപ്പോഴത്തെ കേസൊക്കെ വന്നതുകൊണ്ടേ ഇങ്ങനെയുള്ള നിരമ്പന്മാർക്ക്, ഞാൻ അയാൾ കുറ്റക്കാരനെ നല്ലട്ടോ പറഞ്ഞു, ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർക്ക് അതൊരു ഫ്രീ ടിക്കറ്റ് കിട്ടണ മാതിരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ആ വീഡിയോ റെക്കോർഡിൽ കാണുന്നത് പോലെ ആ വ്യക്തിയോട് പറയാം, സാറേ എനിക്ക് നിങ്ങളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആ കൈയൊന്ന് മടക്കി വെക്കും എന്ന് ചോദിക്കുക. എന്നിട്ടും അയാൾ അതിന് മോശമായിട്ടാണ് നിന്നോട് പെരുമാറണമെന്നുണ്ടെങ്കിൽ, സാറേ എൻ്റെ കയ്യിലെ വീഡിയോ കാര്യങ്ങളുണ്ട്, ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കും. കാരണം ഞാൻ നിങ്ങളോട്, കാരണം ഇത് അയാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി അഥവാ അത് കേട്ടിട്ട് അയാൾ മിണ്ടാതെ ഇരുന്നിട്ട് വീണ്ടും ഇതേ പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ബസ്സിലുള്ള ആൾക്കാരെ അറിയിച്ചിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ അത് അയാൾ കേട്ടിട്ട് നിന്നോട് മോശമായിട്ട് വീണ്ടും പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അതേ സംഗതി തന്നെ ചെയ്യാം. അതൊക്കെ പെരുമാറുമ്പോഴേ നമ്മൾ ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുകയാണ് ഒരാളോട്, സാറേ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് ഓക്കെ, നമ്മളെ വോയിസ് അതിൽ കേൾക്കും വേണം, അങ്ങനെ രൂപത്തിൽ അയാളോട് സംസാരിക്കാം. സാർ നിങ്ങളിങ്ങനെ പിടിക്കുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് മാറ്റി തരണമെന്ന് പറയാം. എന്നിട്ട് അയാൾ അതിന് വീണ്ടും അത് കേട്ട മതി കേൾക്കാത്ത മതിയെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റേഷനെ കൊണ്ടുപോയി കൊടുക്കുക. കാരണം നീ ഓൾറെഡി അയാളോട് പറഞ്ഞിരിക്കണം. ആ പറയുന്ന സമയത്ത് അയാൾ മോശമായിട്ട് നിന്നോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിലുള്ള മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ കണ്ടക്ടർ ഇന്ന വിഷയങ്ങളുടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അയാളുടെ മാന്യമായിട്ടാണ്, ചൂടായിട്ടൊന്നും സംസാരിക്കരുത്, മാന്യമായിട്ട് സംസാരിച്ചതാണ്, പക്ഷെ അയാളിനോട് ഇങ്ങനെ പെരുമാറിയത്, അതൊരു വണ്ടി സ്റ്റേഷനിലേക്ക് വിടുക എന്ന് പറയും. അല്ലെങ്കിൽ നീ ആയിട്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇനി അയാളൊന്നും പ്രതികരിക്കാതെ നിന്നോട് വീണ്ടും ഇതേമാതിരി മോശപ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നീ അത് തന്നെ ചെയ്യാം. ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് എന്താ, ഇപ്പം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള നിരമ്പന്മാർക്ക് അതൊരു ഇതായിരിക്കും. കാരണം ഇവർ ഇതിനെ കുറിച്ച് കഴിഞ്ഞാൽ ഇവളാണ് തെറ്റുകാർ, ഇവർ വൈറലാവാൻ വേണ്ടി ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി കുടുങ്ങിപ്പോയി. അതൊന്ന് ആലോചിക്കണം. അയാളായിട്ട് ഇത് പറയാണ്, അവൾ വൈറലാവാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിനെ എല്ലാവരും കുറ്റപ്പെടുത്തും. അപ്പം ഇങ്ങനെയുള്ള നിരമ്പന്മാരെ നിങ്ങൾ നല്ല ഐഡിയപരമായിട്ട് നേരിടണം. അല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ നിങ്ങളെ കുറ്റക്കാരിയാക്കി മാറ്റും. പിന്നെ ഇങ്ങനത്തെ നിരമ്പന്മാരോടാണ് പറയാനുള്ളത്, ഇനി ഇതൊരു കിട്ടിയത് വലിയൊരു ഭാഗ്യമാണെന്ന് വിചാരിച്ചിട്ട് ഈ പണിക്കാരനാ നിൽക്കണ്ട. 8ൻ്റെ പണി പിന്നിൽ വരും. മനസ്സിലായോ? ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ.